ഇന്ന് നമുക്കൊരു കേസരി ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ ഒരു ഉരുളി എടുത്ത് അങ്ങോട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മള് ചൂടാവാൻ വെയിറ്റ് ചെയ്യുക. ഞാൻ കുറെ നേരം അത് ചൂടാവുന്നോ നോക്കി. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സ്റ്റൗ കത്തിച്ചിട്ടില്ലെന്ന്. പിന്നെ ഞാൻ സ്റ്റൗ കത്തിച്ച് അത് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്തു. ചൂടായതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്റെ അല്പം സ്വല്പം കട്ടിയുള്ള നെയ്യാണ്ട് ഇളകി വരാൻ ഭയങ്കര പാടായിരുന്നു. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചൂടാവാൻ വെയിറ്റ് ചെയ്യുക. നെയ്യ് ഒഴിച്ചതിന്റെ അടയാളമാണ് എന്റെ താടിയിലും എന്റെ ഉടുപ്പിലും അവിടെ ഇവിടെ എല്ലാം പറ്റി. ഞാൻ പിന്നെ അവിടെ ഇരുന്നൊരു തടത്തുണി എടുത്തായി പോയി തുടച്ചും പോയത്. ഇനി ചൂടായ നെയ്യിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി അവസാനം കരിഞ്ഞു പോയി. കരിഞ്ഞെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ബാക്കിയൊക്കെ ശരിയാക്കാം. ഞാൻ ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്, അതിന്റെ ഒരു ചെറിയ പാളിച്ച. ഇനി നമുക്ക് ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്തോട്ട് ആ ഒരു നെയ്യിൽ തന്നെ നമ്മൾ റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ ഉരുളി തന്നെ നമ്മളൊന്ന് കഴുകിയതിന് ശേഷം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പാല് ചൂടാക്കണം. ഞാൻ എപ്പോ അടുക്കള കയറിയാലും ഞാനാ കയറിയെന്ന് അറിയിക്കുന്ന എന്റെ ഒരു ശീലമായോണ്ട് ഈ വട്ടം വീണത് പാലായിപ്പോയി. പിന്നെ ആ സ്റ്റൗവിന്റെ മണ്ടയ്ക്കും തറയിലും അവിടെ ഇവിടെ എല്ലാം പാല് വീണ്. ഞാൻ പിന്നെ അത് തുടച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ പാല് ചൂടായതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ എത്രത്തോളം അളവിലാ പഞ്ചാര ആഡ് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എനിക്ക് മനസ്സ് തൃപ്തിയാവുന്നിടം വരെ ഞാൻ ആ പഞ്ചസാര ഇട്ടുകൊണ്ടേയിരുന്ന്. അവസാനം പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇല്ലേ, അത് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. അത് ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഏലക്ക ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളൊരു ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ ഒക്കെയാന്ന് തോന്നുന്നു. ഞാനിത് യൂട്യൂബിൽ നോക്കിയാ വെക്കുന്നത്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് പരിചയമില്ല. അപ്പം ഇതാണ് ഫൈനൽ, നമ്മുടെ കേസരി റെഡി. അപ്പൊ ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ആദ്യമേ ഞാൻ തന്നെ അങ്ങ് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചു, കാരണം കൊള്ളത്തില്ലെങ്കിൽ പിന്നെ കൊടുക്കണ്ടല്ലോ ആർക്കും. ഞാൻ ഉണ്ടാക്കിയോട് സ്വയമേ പൊക്കി പറയാന്ന് കരുതരുത്, സംഭവം കൊള്ളാം. ഒരല്പം കരിഞ്ഞു പോയെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ വേറൊരാളെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട, അവള് കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെങ്കിലും അവള് കൊള്ളാന്നേ പറയത്തുള്ളൂ. അതാണ് എന്റെ അനിയത്തി. അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ്